യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗം ഒരു പ്രാവശ്യം കൂടെ വായിക്കുകയും നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗം. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദെമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, ഈ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്നു ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ പ്രാരംഭമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഈ വേദഭാഗത്ത് നിന്ന് ചിന്തിപ്പാൻ ദൈവം കൃപ ചെയ്തു. തുടർന്ന് അല്പം ചില കാര്യങ്ങളിലൂടെ അതിനോടുള്ള ബന്ധത്തിൽ പറയുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. അതീവ പ്രാധാന്യവും അടിസ്ഥാനപരവും ആകൊണ്ടും നമ്മുടെ നിത്യതയെ ബാധിക്കുന്നതാകൊണ്ടും വളരെ ശ്രദ്ധയോടെ ആ വേദഭാഗം ശ്രദ്ധിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഇതിൻ്റെ ചില പശ്ചാത്തലം മാത്രം നമുക്ക് ചിന്തിപ്പാൻ ദൈവമിടയാക്കി. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ മറ്റ് 3 സുവിശേഷങ്ങളിൽ കാണാത്ത പല കാര്യങ്ങളും യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് മറ്റു സുവിശേഷങ്ങളൊന്നും കാണുന്നില്ല. മറ്റു സുവിശേഷങ്ങളിലെല്ലാം യേശു സ്നാപക യോഹന്നാന്റെ കീഴിൽ സ്നാനമേറ്റ് പ്രസംഗിപ്പാനായി വരുന്നതാണ് നാം കാണുന്നത്. എന്നാൽ ഈ ലേഖനത്തിൽ ഈ സുവിശേഷത്തിൽ മാത്രമാണ് ആ 3 സുവിശേഷങ്ങളിലില്ലാത്ത അനേക കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചു 1-2 വിഷയങ്ങൾ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയവും അങ്ങനെയുള്ളതാകുന്ന ഒരു സംഭവമാണ്. നിക്കോദീമോസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ രാത്രിയിൽ വരികയും യേശുവുമായിട്ടുള്ള ഒരു സംഭാഷണവും ആ സംഭാഷണം അതിൻ്റെ വിശദീകരണം തുടർന്ന് 15 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറയുന്നതും യോഹന്നാൻ അപ്പോസ്തലൻ അതിൻ്റെ വിശദീകരണം നൽകുന്നതും ഈ അധ്യായം മുഴുവൻ നമുക്ക് വായിപ്പാൻ കഴിയും. എന്ന് വെച്ചാൽ നിക്കോദീമോസുമായിട്ടുള്ള സംഭാഷണത്തിന് ഒരു വലിയ കമൻട്രി തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. നിക്കോദീമോസ് എന്ന് പറയുന്ന മനുഷ്യനുമായിട്ടുള്ള യേശു കർത്താവിൻ്റെ സംഭാഷണം അങ്ങനെ തന്നെ ഒരു സംഭവമായി, ഒരു നരേഷനായി വേണമെങ്കിൽ വേദപുസ്തകത്തിലുള്ള അനേക നരേഷൻസിനെ പോലെ, ചില ആഖ്യാനങ്ങളെ പോലെ വേണമെങ്കിൽ എഴുതിവിടാമായിരുന്നു. ആ വിഷയത്തോട് ചേർന്ന് വരുന്ന ചില സംഭവങ്ങൾ അതുമായിട്ട് മാത്രമേ ബന്ധപ്പെട്ട് നിൽക്കുന്നുള്ളൂ. അങ്ങനെ അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ നിക്കോദീമോസുമായിട്ടുള്ള യേശുവിൻ്റെ സംഭാഷണത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തുന്നത് ആ നിലയിലല്ല എന്ന് നമ്മൾ ഗ്രഹിക്കണം. ആ സംഭവം പറഞ്ഞിട്ട് ഒരു വലിയ കമൻട്രി തന്നെ, ഒരധ്യായം മുഴുവൻ ആ ഒറ്റ കാര്യത്തിൻ്റെ വിശദീകരണമാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് അതീവ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. വിശേഷിച്ച് അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങൾ യേശു കർത്താവ് പറയുന്ന വാക്കുകൾ എപ്പോഴും ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ, പുരാതന കാലങ്ങളിൽ ഒരു വിഷയത്തിന് എംഫസിസ് ചെയ്യുവാൻ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആ കാര്യങ്ങളല്ല പുരാതന കാര്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്യും. ഒരു ലെറ്ററിൽ ഒരു കാര്യം പ്രാധാന്യമുള്ളതാണെങ്കിൽ നാം ഉപയോഗിക്കുന്നത് അതിനെ ഹൈലൈറ്റ് ചെയ്യുകയാണ്. എന്നാൽ ആദിമ കാലഘട്ടങ്ങളിൽ അന്നത്തെ ആ ലിറ്റററി ഡിവൈസ്
എംഫസിസ് ചെയ്യുവാനുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നതിൻ്റെ ഒരു മാതൃകയാണ്. ഏറ്റവും പ്രാധാന്യമുള്ളതാകുന്ന വിഷയങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ പരിശുദ്ധൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെയോ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. മനസ്സിലാകുന്നുണ്ടല്ലോ? അതുപോലെ തന്നെ യേശു കർത്താവ് പറയുന്ന വാക്കുകളിൽ അതീവ പ്രാധാന്യതയോടെ നാം ശ്രദ്ധിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എല്ലാ കാലത്തുമുള്ള എല്ലാവരോടും പറയുന്ന വാക്കുകൾ അതീവ പ്രാധാന്യമുള്ളതാണെന്ന് പറയേണ്ടതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ എന്ന് പറയുന്ന വാക്കുകൾ സുവിശേഷത്തിൽ കാണുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കണം. കാരണം അത് അതീവ പ്രാധാന്യമുള്ളതാണ്. എന്താണ് ഇവിടെയുള്ള ഈ അതീവ പ്രാധാന്യമുള്ള വിഷയം? വളരെ വിശദമാകുന്ന വിഷയമാണ്. എന്ന് പറയുവാൻ നമുക്ക് സമയമില്ല, എങ്കിലും ചുരുങ്ങിയ സമയത്തിൽ കേൾക്കുക. നിക്കോദീമോസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരുന്നു. ആ സാഹചര്യം നമുക്കറിയാം. യേശു ചെയ്ത അടയാളങ്ങളാണ് അതിൻ്റെ പശ്ചാത്തലം. അത് കണ്ടിട്ടാണ് അനേകർ യേശുവിൽ വിശ്വസിച്ചെന്ന് എഴുതിയിരിക്കുന്നു. അതെന്തു വിശ്വാസമാണെന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിച്ചു. നിക്കോദീമോസും ആ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് ഈ വേദഭാഗം വായിക്കുമ്പോൾ തെളിയുന്നു. കാരണം അവിടുന്ന് നീ ചെയ്ത അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുന്നതല്ലെന്ന് ഈ മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അത്ര വലിയ ഒരു അടയാളം കണ്ടിട്ട് നിക്കോദീമോസ് യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ആ മനുഷ്യൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, അവൻ പരീശനായിരുന്നു. പരീശൻ എന്ന വാക്കിന് ഇന്നുള്ളതാകുന്ന കൊണോട്ടേഷൻ അല്ല ആ കാലങ്ങളിൽ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതൊരു നല്ല പദവിയായിരുന്നു അന്ന്. യേശുവിൻ്റെ കാലത്ത്, സുവിശേഷങ്ങളുടെ കാലഘട്ടത്തിൽ അത് തരം താണുപോയി എന്നേ ഉള്ളൂ. അതായത് ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് പറയാം, 50 വർഷങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിരുന്നു. ഇന്ന് നിർഭാഗ്യവശാൽ അതങ്ങനല്ല. കാരണം പെന്തക്കോസ്തിലേക്ക് ആർക്കും കയറി വരാം, ആർക്കും സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാം, എന്തും പറയാം എന്ന നില വന്നു. മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞതാ, അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അപ്പോൾ നല്ല ഒരു പൊസിഷൻ പരീശൻ. 2, ഭയങ്കര പൊളിറ്റിക്കൽ ക്ലൗട്ട് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പൊളിറ്റിക്കൽ ക്ലൗട്ട് എന്താ? പൊളിറ്റിക്കൽ സ്വാധീനം. ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണ സഭയെന്ന്, പാർലമെന്റ് എന്ന് വിളിപ്പാൻ കഴിയുന്ന സൻഹിദ്രീൻ സംഘത്തിൻ്റെ അംഗമായിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ട് യഹൂദന്മാരുടെ ഒരു പ്രമാണി. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് ഇവൻ ആ സംഘത്തിലെ അംഗമായിരുന്നു. 3, അതുമാത്രമല്ല, he was well versed in the law of Israel. ഇസ്രയേലിൻ്റെ ന്യായപ്രമാണത്തിൽ അതീവ പാണ്ഡിത്യമുള്ള മനുഷ്യൻ. 10-ാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നു. ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ആ ചോദ്യം, സത്യത്തിൽ അവൻ പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് ആണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം ആ വാക്കുകൾ വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും. എന്താണ് ആ ഒളിഞ്ഞു കിടക്കുന്ന ചോദ്യം? ഞാനൊന്ന് വിശദമാക്കാം. ഒരു ഫോൺ കോൺവെർസേഷൻ നമ്മൾ കേട്ടാൽ, ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്നു, ഇവിടെ നിന്ന് വർത്താനം പറയുന്നു, അങ്ങേ തലയ്ക്കിൽ നിന്ന് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയത്തില്ല. എന്നാൽ ഇവിടെ നിന്ന് പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ we can make out എന്താ പറയുന്നതിൻ്റെ വിശദീകരണം കേട്ടില്ലെങ്കിലും ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. എന്നതുപോലെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും
അങ്ങനെയാണ്. അത് കേൾക്കാനായി നാം കഴിയുന്നുവെങ്കിൽ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതായത് അങ്ങനെയാണോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ മൂന്നാമത്തെ വാക്യത്തിലാണ് അതിൻ്റെ ക്ലൂ ഇരിക്കുന്നത്. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമാ, അവരുടെ സംഭാഷണത്തിൻ്റെ കാതലായ വിഷയം ദൈവരാജ്യം എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? അവരുടെ സംഭാഷണത്തിൻ്റെ കാതലായ വിഷയം ദൈവരാജ്യം എന്നുള്ളതാണ്. ആ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുന്നതല്ല എന്ന് യേശു പറയുമ്പോൾ, പിന്നീട് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ആ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. ഈ കാണുക, കടക്കുക എന്ന ആ ഒരു പദപ്രയോഗത്തെ പ്രതി ഒരുപാട് കോലാഹലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് പറയാം. അത് രണ്ടും ഒരേ കാര്യം തന്നെയാണ്, ഒറ്റ കാര്യമാണ്. കാണുകയെന്നും കടക്കുകയെന്നും ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കാര്യമാണ്. രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഇവരുടെ സംഭാഷണം എന്ന് വ്യക്തമാക്കുന്നു. ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് നിക്കോദിമോസിന്റെ സ്ഥാനമുള്ള ഒരു മനുഷ്യന് ഒരു സംശയവുമില്ല. അതിനാണ് ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാനമെന്തെന്ന് പറഞ്ഞത്. അദ്ദേഹം പരീശന്മാരുടെ പരീശനാണ്, പ്രമാണിയാണ്, ഉപദേഷ്ടാവാണ്. യഹൂദന്റെ ചിന്തയിൽ സകല യഹൂദനും അപ്പോസ്റ്ററ്റ് ആകാതിരിക്കുന്ന സകല യഹൂദനും എന്ന് പറഞ്ഞാൽ വിശ്വാസത്യാഗം ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കാത്ത സകല യഹൂദനും കാത്തിരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, മിശിഹായുടെ രാജ്യത്തിന് വേണ്ടിയിട്ട, രാജാവിന് വേണ്ടിയിട്ട. അതുകൊണ്ടാണ് ഒന്നാമത്തെ മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, വിദ്വാൻമാർ വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദൻ ഒരു രാജ്യമുണ്ടെന്നും യഹൂദൻ ഒരു രാജാവ് വരുമെന്നും ഒരു മിശിഹ വരുമെന്നും ആ മിശിഹ വന്ന് രാജ്യം സ്ഥാപിക്കുമെന്നും ആ രാജ്യത്തിൽ യഹൂദൻ പ്രവേശിക്കുമെന്നും തലമുറകളായി വിശ്വസിച്ചിരുന്നു. യോഹന്നാന്റെ സുവിശേഷം അത് വളരെ വ്യക്തമാക്കുന്നു. ദൈവരാജ്യം എന്തെന്നുള്ളത് തന്നെ ഒരു വലിയ വിഷയമാണ്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു കർത്താവിൻ്റെ റെസ്പോൺസ് ആ ഒരു പാരമ്പര്യം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഒരു യോഗ്യത അല്ല. ദൈവരാജ്യം ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു. യേശു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യഹൂദൻ പ്രതീക്ഷിച്ചിരുന്നത്, അവനൊരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു ആത്മീക കൺസെപ്റ്റ് ഉണ്ട്. അത് ദൈവരാജ്യം മിശിഹ വന്ന് ഇവിടെ സ്ഥാപിക്കും. എന്നാൽ അത് സ്ഥാപിക്കുന്നത് പുനരുത്ഥാനത്തിലാണ് അതിൻ്റെ റിയലൈസേഷൻ വരുന്നതെന്നാണ് അവൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഒടുക്കത്തെ നാളിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാർത്ത പറയുന്നത്. അതാണ് അവന്റെ ചിന്ത. എന്നാൽ യേശു പറഞ്ഞു, ഇല്ല, ദൈവരാജ്യം ഇപ്പൊ തന്നെ വന്നു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. ആ ദൈവരാജ്യത്തിന്റെ അക്ഷരീകമാകുന്ന നിവർത്തീകരണം വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പം ദൈവരാജ്യം വന്നു. ആ ദൈവരാജ്യം അത് യേശുവിന്റെ പ്രവൃത്തിയിലും ഉപദേശത്തിലുമാ ആ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടത്. ആ ദൈവരാജ്യം എന്നുള്ളത് ഇറ്റ് ഈസ് ഗോഡ്സ് സേവിങ് ആൻഡ് ട്രാൻസ്ഫോമിങ് reign in
an individual, ഒരു വ്യക്തിയിൽ ദൈവം തൻ്റെ രക്ഷിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന വാഴ്ച ആരംഭിക്കുന്നതാണ് ദൈവരാജ്യം. അതിൻ്റെ ആത്യന്തികമാകുന്ന റിയലൈസേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ ആ ദൈവരാജ്യം തുടങ്ങുകയാണ്. എപ്പോൾ തുടങ്ങി? യേശുവിൻ്റെ പ്രസംഗത്തിൽ തുടങ്ങി. അപ്പോൾ ആ ദൈവരാജ്യം അതിലാര് പ്രവേശിക്കും? അതാ ഇവരുടെ സംഭാഷണം. മനസ്സിലാക്കണേ, ഇവൻ അല്പം വെളിവുള്ളവനാ, ബാക്കിയുള്ളവരെ പോലെ അല്ല. പക്ഷെ അല്പമേ ഉള്ളൂ, അതാ പ്രശ്നം. അങ്ങനെ അല്പം വെളിവ് ഇതിനകത്ത് വന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ആ വെളിവ് കൊണ്ടൊന്നും ദൈവരാജ്യത്തിൽ പോവുകയില്ല. ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ വീണ്ടും ജനിക്കണം. എന്ന് വെച്ചാൽ, ഞാൻ ഇന്ത്യ രാജ്യത്തിൽ അവിടുത്തെ ഭരണത്തിന്റെ കീഴിലെ ഒരാളാ നിങ്ങളും. നമ്മൾ എങ്ങനെ അങ്ങോട്ട് വന്നത്? എങ്ങനാ വന്നത്? പറ. അവിടെ ജനിച്ചത് കൊണ്ടാ. മനസ്സിലാവുന്നുണ്ടോ? നാം അവിടെ ജനിച്ചത് കൊണ്ട് ആ രാജ്യത്തിൽ വന്നത്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യം അങ്ങനെ തന്നെയാ. യേശു പറയുന്നു, ആ രാജ്യം മുകളിൽ നിന്നുള്ള രാജ്യമാ, താഴെ നിന്നുള്ള രാജ്യമല്ല. യേശു പിന്നീട് പറയുന്നു 18:36, എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം മുകളിൽ നിന്നുള്ള രാജ്യമാ. ആ രാജ്യത്തിന്റെ സുവിശേഷവുമായിട്ടാണ് ഞാൻ വന്നത്. ആ രാജ്യത്തിൽ പ്രവേശിപ്പാൻ നീ യഹൂദനായതുകൊണ്ട് കഴിയത്തില്ല. നീ യഹൂദനായത് യഹൂദന്റെ മാതാപിതാക്കളാൽ ജനിച്ചതുകൊണ്ട്. എന്നാൽ ദൈവരാജ്യത്തിൽ നീ അതിന്റെ അംഗമാകണമെങ്കിൽ മുകളിൽ നിന്ന് എന്റെ പിതാവ് കരുണ ചെയ്തിട്ട് നീ ജനിച്ചേ തീരൂ, അല്ലെങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കയില്ല. മനസ്സിലാകുന്നുണ്ടോ ആ രണ്ട് കാര്യങ്ങളുടെ പ്രാധാന്യത? ഇറ്റ് ഈസ് ബൈ എ ബർത്ത്, ജനനം. ആ ജനനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് വാക്കുകൾ, പുതുതായി ജനിക്കുക, മുകളിൽ നിന്ന് ജനിക്കുക. ഈ പദമുണ്ട്, മലയാളത്തിൽ അത്ര കൃത്യമല്ല. ബോൺ ഫ്രം എബവ്, സ്വർഗരാജ്യം, ദൈവരാജ്യം, അത് ഈ ഭൂമിയിലേക്ക് വീണ്ടും ജനിച്ചവരിൽ ആ രാജ്യമുണ്ട്. എന്നാൽ ആ രാജ്യം അക്ഷരീകമായിട്ട് വരാൻ പോകാം. ഒരു രാജാവ് നീതിയോടെ വാഴാൻ പോകുക. ആ രാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഇന്ന് ആ രാജ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർ മാത്രമേ അവിടെ കാണൂ. യഹൂദ പ്രമാണി ആയതുകൊണ്ടോ, അടയാളങ്ങൾ കണ്ടതുകൊണ്ടോ, അടയാളങ്ങൾ അനുഭവിച്ചതുകൊണ്ടോ, അടയാളങ്ങൾ കണ്ടിട്ട് നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു, നീ ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുന്നതല്ല എന്ന് ഏറ്റുപറയുന്നത് കൊണ്ടോ ദൈവരാജ്യത്തിൽ കാണുകയില്ല, കടക്കുകയില്ല. കാരണം യേശു പറഞ്ഞു, അന്നാളിൽ അനേകര് വന്ന് എന്നോട് പറയും, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു. എന്താ ചെയ്തത്? നമ്മൾ ചെയ്യുന്നത് പോലെയും പറയുന്നത് പോലെയുമല്ല. പിന്നെ എന്താ അവർ ചെയ്തത്? ഞങ്ങൾ സൗഖ്യമാക്കി, ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ വിടുവിച്ചു, ഒത്തിരി അത്ഭുത പ്രവർത്തികൾ ചെയ്തു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അന്നും അറിഞ്ഞിട്ടില്ല, ഇന്നും അറിയുന്നില്ല. എന്നാൽ ദൈവരാജ്യത്തിലുള്ള ഒരാളിനെ കുറിച്ച് യേശു പറയുന്നത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവയെ എന്റെ കൈകളിൽ ഇരിക്കുന്നു, അവയെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുന്നതല്ല. മനസ്സിലാകുന്നുണ്ടോ വ്യത്യാസം? ഒരു വലിയ കൂട്ടത്തോട് പറയുക, ഐ നെവർ ന്യൂ യു. എന്നാൽ ഒരു ചെറിയ ആട്ടിൻകൂട്ടത്തെ കണ്ടിട്ട് യേശു പറയുക, ഐ നോ യു.
എൻ്റെ ആടുകളെ എനിക്കറിയാം, എൻ്റെ ആടുകൾക്ക് എന്നെയും അറിയാം. എൻ്റെ ആടുകൾക്ക് എൻ്റെ ശബ്ദം തിരിച്ചറിയാം. എൻ്റെ ആടുകൾ അന്യന്മാരുടെ ശബ്ദം കേട്ടാൽ അവരുടെ പുറകെ പോകത്തില്ല. അവയെ വിട്ടോടിയിട്ട് എൻ്റെ അടുക്കലേക്ക് മാത്രം ആ ആടുകൾ വരും. ദൈവവചനത്തിന്റെ സന്ദേശം തിരിച്ചറിയുവാൻ, ഉൾക്കൊള്ളുവാൻ, യേശുവിന്റെ സന്ദേശം, യേശുവിന്റെ വാക്കുകൾ, യേശുവിന്റെ മെസ്സേജ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ കഴിയാത്ത ആരും ദൈവരാജ്യത്തിന്റെ അംഗങ്ങളല്ല എന്ന് ഹൃദയവേദനയോട് ഞാൻ പറയുക. You may have difference of opinion with me. That is fine. But this is the truth. വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ബട്ട് ദിസ് ഈസ് ദ ട്രൂത്ത്. ഇതാ സത്യം, ഇതാ സത്യം. ദൈവവചനത്തെ പുറകിൽ എറിഞ്ഞു കളയുന്ന മനോഭാവമാണെങ്കിൽ better stop and search yourself. Cry out to God. Oh, I am a sinner. Have mercy on me. This is the truth. Tell me if something else is truth. I am ready to recall whatever I stated today. This is a question of life and death. ഇതൊരു വലിയ ബർഡനാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളോട് പറയുക, നമ്മൾ എന്തു ആകട്ടെ, ആരും ആകട്ടെ, വീണ്ടും ജനിച്ചില്ല എങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ കാണുകയില്ല. നമ്മുടെ പാരമ്പര്യം എന്തോ ആകട്ടെ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തെന്നിരിക്കട്ടെ, നമ്മൾ ഒത്തിരി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചെന്നിരിക്കട്ടെ, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കാണുകയില്ല. ഇനി എന്താ ഈ വീണ്ടും ജനനം? അത് വലിയ വിഷയം. എന്നാൽ താഴോട്ടൊരു കാര്യം യേശു കർത്താവ് പറഞ്ഞതൊന്ന് വിശദീകരിച്ചേക്കാം. അത് വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അതിനെയുള്ള സമയം. ആദ്യം പറഞ്ഞു, നീ മുകളിൽ നിന്ന് ജനിക്കണം, പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം. എല്ലാം ഒറ്റ കാര്യമാണ്. കാണുകയില്ല, കടക്കുകയില്ല എന്ന് പറയുന്നത് ഒറ്റ കാര്യമാണ്. അതുപോലെ ഒറ്റ കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ഭയങ്കര കൺഫ്യൂഷനാണ്. അത് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 5-ാം വാക്യം. യെസ് യെസ് യെസ്. നോക്കുക, വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം. അതിനെക്കുറിച്ച് പല ആശയങ്ങളുണ്ട്. ചിലർ പറയുന്നു അത് വെള്ളത്താലുള്ള ജനനം സ്നാനമാണെന്ന് പറയുന്നു. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നില്ലെന്ന് ഞാൻ പറയാം. മറ്റു ചിലർ പറയുന്നു നമ്മുടെ ഫിസിക്കൽ ബർത്തും സ്പിരിച്വൽ ബർത്തും ആണെന്ന് പറയുന്നു. കാരണം താഴോട്ട് വായിക്കുന്നുണ്ട്, ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡം, പിന്നെ ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാ. അപ്പോൾ ഫിസിക്കൽ ബർത്ത്, ശാരീരിക ജനനവും ആത്മീയ ജനനവുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ചിലർ പറയുന്നു. അങ്ങനെ എൻ്റെ അറിവിൽ 5-ലധികം ചിന്തകൾ അങ്ങനെ തന്നെയുണ്ട്. അതല്ല ഇന്നിവിടെ പറയാൻ നേരമില്ല, അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ എന്താണ് ഈ ജനനം? വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം എന്താ? അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കോണ്ടെക്സ്റ്റ് നോക്കണം. നമുക്ക് ആ കോണ്ടെക്സ്റ്റ് ഒന്ന് നോക്കാം. 10-ാം വാക്യം ഒന്ന് വായിച്ചേ. നോക്കണം, ഏതറിയുന്നില്ലയോ? ഞാനീ പറഞ്ഞത് നീ അറിയുന്നില്ലയോ? യേശു വിശദീകരിക്കല്ല ചെയ്തത്. പിന്നെ നിനക്ക് ഓൾറെഡി അറിയാമെന്നാ പറഞ്ഞ്. അപ്പൊ ആ ഒരു ചോദ്യം തന്നെ സ്നാനത്തെക്കുറിച്ചോ ഒന്നും അല്ല അവിടെ പറയുന്നത്. നമുക്ക് യോഹന്നാന്റെ സ്നാനം ഉണ്ടായിരുന്നു, വിവിധ സ്നാനങ്ങൾ യഹൂദനുണ്ട്.
എന്നാൽ അതൊന്നുമല്ല അതിൻ്റെ അർത്ഥമെന്ന് അവിടെ വ്യക്തമാകുക. കാരണം ക്രിസ്തീയ സ്നാനം പിന്നീടാ വരുന്നത്, ക്രിസ്ത്യൻ ബാപ്റ്റിസം പിന്നീടാ വരുന്നത്. എന്നാൽ ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ നിനക്കിതറിയാം. എന്തറിയാം? ഞാൻ പറഞ്ഞത് നിനക്ക് അറിയാം. കാരണം നീ ആരാ? നീ ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞാൽ നിനക്ക് തിരുവെഴുത്ത് നന്നായിട്ട് അറിയാം. ഇപ്പം മനസ്സിലാകുന്നുണ്ട് നിനക്ക് ഞാൻ പറയുന്നത് എന്നാ യേശു പറഞ്ഞതിൻ്റെ സാരം. അങ്ങനെയെങ്കിൽ ഇസ്രയേലിന്റെ ഉപദേഷ്ടാവായിരുന്ന നിക്കോദീമോസിന് മനസ്സിലായ ഈ സത്യം എന്താ? അത് അവന്റെ തിരുവെഴുത്ത് സാക്ഷ്യം പറയുന്ന ഒരു സത്യമാ. ഏത്? വെള്ളത്താലും ആത്മാവിനാലുമുള്ള ഒരു ജനനം. ഏതാണ് ആ ജനനം? ആ ജനനം മിശിഹായുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ജനനമാ. മിശിഹായുടെ രാജ്യത്തിൽ ആര് പ്രവേശിക്കുമെന്ന് യഹൂദന് കൊടുത്ത പ്രമാണത്തിൽ നിന്നുള്ള ഉപദേശമാ. എന്താണത്? സമയമില്ലാത്തതുകൊണ്ട് വാക്യം മാത്രം ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. എസെക്കിയേലിന്റെ പുസ്തകം 36-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. എഹെസ്കിയേൽ എല്ലാവരും ഒന്ന് എടുക്കട്ടെ ബ്രദറെ. എഹെസ്കിയേൽ 36, 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെ നീക്കി നോക്കുക. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുക. അടുത്ത അധ്യായത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്. അടുത്ത അധ്യായം 37-ാമത്തെ അധ്യായത്തിലാ ഒരു വലിയ അസ്ഥികൾ മാത്രമുള്ള ഒരു താഴ്വരയിൽ എസ്കേൽ ചെല്ലുക. എസ്കേലിനോട് പറയാ, മനുഷ്യപുത്ര പ്രവചിക്കാം. എന്നാ പറയേണ്ടത്? ഞാൻ ത്വക്ക് വെക്കാൻ പോകാം, ഞാൻ നരമ്പുകൾ പിടിപ്പിക്കാൻ പോകാം, ഞാൻ മാംസവും രക്തവും തരാൻ പോകാം. ആര്? ഇസ്രയേലിന്റെ ദൈവമാകുന്ന യഹോവ. ആർക്കാ കൊടുക്കാൻ പോകുന്നേ? അസ്ഥിപഞ്ജരങ്ങൾക്ക്. അന്നേരം എന്തോ ചെയ്യും? നീ എന്ത് ചെയ്യണം? പ്രവചിക്കണം. എന്നാ പ്രവചിക്കേണ്ടത്? 3-ാം മാസം 7-ാം തീയതി വിസ വരുന്നുണ്ടെന്നുള്ള പ്രവചനമല്ല. അതല്ല പ്രവചനം. പിന്നെ എന്താ പ്രവചനം? ഉണങ്ങിയ അസ്ഥികൾ, ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കട്ടെ. ഉണങ്ങിയ അസ്ഥികൾക്ക് ആ അസ്ഥി വിചാരിച്ചാൽ ത്വക്ക് വെക്കാൻ പറ്റുകയില്ല, ആ അസ്ഥി വിചാരിച്ചാൽ മാംസം വെക്കാൻ പറ്റുകയില്ല, ആ അസ്ഥി വിചാരിച്ചാൽ ജീവശ്വാസം വരികയില്ല. ആ അസ്ഥിയെ ജീവിപ്പിക്കണമെങ്കിൽ യഹോവയുടെ ശക്തിയുള്ള വചനം ആ അസ്ഥികളിന്മേൽ വ്യാപരിച്ചേ തീരൂ. ആ വചനം അപ്ലൈ ചെയ്യുന്നത് ആര്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ ആത്മാവിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. എന്ത്? ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുക. ഇസ്രയേൽ ജനത മാറിപ്പോയി, വിഗ്രഹാരാധികളായി തീർന്നു. അവര് ദൈവത്തെ അന്വേഷിക്കാതെ മാറിപ്പോയി. പക്ഷെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുക. ഒരു വാഗ്ദത്തം ഒരുത്തനോട് കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞെങ്കിൽ അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. എന്താണ് ആ വാഗ്ദത്തം? മെഡിറ്ററേനിയൻ തീരത്തൊരു രാജ്യം കൊടുക്കാമെന്നുള്ളതല്ല വാഗ്ദത്തം. പിന്നെന്താ വാഗ്ദത്തം? നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് എൻ്റെ സ്നേഹിതനാകുന്ന അബ്രഹാമിനോട് അവൻ ഒരു സന്തതി ഇല്ലാതിരുന്നപ്പം, സന്തതി ഉണ്ടാകാൻ സാധ്യതയില്ലാതിരുന്നപ്പം ഞാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ സംഭവിക്കും. ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. നിങ്ങളുടെ പ്രമാണങ്ങളും നിങ്ങളുടെ ആചാരം കൊണ്ടുമല്ല, നിങ്ങളുടെ നല്ല പ്രവൃത്തികളും കൊണ്ടല്ല. ബിക്കോസ് I have made a covenant with my friend Abraham. I will not revoke that. I will fulfill that. എന്താ കവനന്റ്? ഇതാ കവനന്റ്. മിശിഹ വരും. മിശിഹ എന്ത് ചെയ്യും? മിശിഹ ചെയ്യുന്ന കാര്യം, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നിങ്ങൾ നിർമ്മലരായി തീരും. എന്തുകൊണ്ടാ? ഞാൻ തളിക്കുന്നത് കൊണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും നീക്കി
സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. എന്ന് പറഞ്ഞാൽ വെള്ളത്താലും ആത്മാവിനാലും ഒരു ജനനം നിങ്ങളോട് കരുണ തോന്നിയിട്ട് എൻ്റെ സ്നേഹിതനാകുന്ന അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ ചെയ്യാൻ പോകുകയാ. എന്നിട്ട് കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. എന്താ പുതിയ നിയമം? ഞാൻ എൻ്റെ ശക്തി കൊണ്ട് ദൈവത്തിൻ്റെ നമ്പർ 1 കൽപ്പന, നമ്പർ 1 കൽപ്പന, നമ്പർ 2 അത് ഞാനിന്നത് നോക്കിയോ, ഇന്ന് അനുഷ്ഠിച്ചോ? ഒരു ടിക്ക് മാർക്ക് അവസാനം ഇടുന്നതല്ല. അതിനേക്കാൾ ഉപരിയായി എന്നെ കൊണ്ട് ഇത് ഒരെണ്ണം പോലും ചെയ്യാൻ കഴിയത്തില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഞാൻ വരുമ്പോൾ എന്നിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കല്ല് മാറ്റിയിട്ട് എനിക്കൊരു മാംസളമാകുന്ന ഹൃദയം തന്നിട്ട് എന്നെ ദൈവത്തിൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്നതാണ് പുതിയ നിയമത്തിൻ്റെ പ്രമാണം. അതാണ് പുതിയ ജനനം, അതാണ് വീണ്ടും ജനനം. ആ ജനനമില്ലാത്ത ആരും അയ്യോ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ആരും പെന്തക്കോസ്ത് കുടുംബത്തിൽ 4ാം തലമുറയായി ജനിച്ച ഞാൻ കിടക്കുകയില്ല. വലിയ പാരമ്പര്യം അവകാശപ്പെടാനുള്ള നിക്കോദിമോസും കിടക്കുകയില്ല. അതിനേക്കാളും വലിയ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. ആ ജനനം എങ്ങനെ? ആ ജനനം നിർമ്മലീകരിക്കുന്ന വെള്ളം എൻ്റെ മേൽ തളിക്കുന്നു. അതെങ്ങനാ തളിക്കുന്നേ? അസ്ഥി പോലെ ഉണങ്ങിക്കിടക്കുക. എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ദൈവം ചെയ്തത് അനുഭവിക്കുന്നുണ്ടോ? ദൈവം ചെയ്തത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ പോവും. ദൈവം ചെയ്തത് അനുഭവമല്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല, ദൈവരാജ്യം അതിൽ കടക്കുകയുമില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർ, ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.